ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ. കാട്ടത്തി കിളിക്കൂടിൻ്റെ വിശേഷം നോക്കിയാലോ. അപ്പോൾ ആരെങ്കിലും ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അങ്ങനെ നമ്മൾ സുധീഷ് നിധിയുടെ റൂമിൽ ഇന്നലെ കിടന്നതിന് ഭയങ്കര ദേഷ്യം കാണിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അരുണും അതുപോലെ തന്നെ രാജീവനും അത് അവരുടെ പ്ലാനിങ് പോലെ നടക്കാത്തതിലുള്ള പശ്ചാത്താപവും അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഇറിറ്റേഷൻ കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഹേമ കാപ്പിയായിട്ട് വരുന്നത്. ആ നേരത്തെ നമ്മളെ നിധിയും എണീറ്റ് വന്നിട്ട് ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞിട്ട് അമ്മയുടെ കയ്യിൽ നിന്ന് കാപ്പി കുടിക്കുന്നുണ്ട് കേട്ടോ. അമ്മ നമ്മളെ നിധിക്കും കാപ്പിയൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവരെല്ലാവരും കൂടി കാപ്പിയൊക്കെ കുടിക്കുകയാണ് കേട്ടോ. അമ്മയുടെ കാപ്പിയുടെ ടേസ്റ്റിനെ നമ്മളെ നിധി പുകഴ്ത്തി പറയുന്നുണ്ട് കേട്ടോ. ഒരുപാട് കാലത്തിന് ശേഷം കുടിക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് വീണ്ടും വരുന്നുണ്ട് പണ്ടത്തെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോന്ന് പറയായിരുന്നു. അപ്പോൾ അമ്മ പറയുന്നു, അവിടുന്ന് നിനക്കാരും കാപ്പിയൊന്നും ഇട്ട് തരാറില്ല, അതുകൊണ്ടാണോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അവിടെ എല്ലാവരും ചായയാണ് കുടിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ചായ കുടിക്കുകയാണെങ്കിലും നിനക്ക് കാപ്പി ഇട്ട് തരാനൊന്നും അവിടെ ആളില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെയുണ്ട്, എന്നാലും അടിപൊളി ടേസ്റ്റുള്ള ചായ കിട്ടുമ്പോൾ കാപ്പിയുടെ കാര്യമൊന്നും എനിക്ക് ഓർമ്മ വരാറില്ല അമ്മ എന്നാണ് പറയുന്നത് നമ്മളെ നിധി. അമ്മയുടെ ഈ കാപ്പിയുടെ ടേസ്റ്റ് വീണ്ടും നാവിൽ കിട്ടിയപ്പോൾ എനിക്ക് പഴയത് ഓർമ്മ വന്നപ്പോൾ ഞാനിത് പറഞ്ഞു എന്ന് മാത്രം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എവിടേക്കോ എന്തൊക്കെയോ വീണ്ടും വീണ്ടും നമ്മളെ സുധീഷിൻ്റെ വീട്ടുകാരെ താഴ്ത്തിക്കെട്ടാനുള്ള ശ്രമത്തിലാണ് അവർ ഓരോ ടോപ്പിക്കും എടുത്തിട്ടുന്നത് കേട്ടോ. പക്ഷെ നിധിയാണെങ്കിൽ ഒരു തരത്തിലും വിട്ടുകൊടുക്കുന്നില്ല. സുധീഷിൻ്റെ വീട്ടുകാരെ നല്ല അടിപൊളിയായിട്ട് തന്നെയാണ് കേട്ടോ പറയുന്നത്. അവൾ നെഗറ്റീവായിട്ടൊന്നും പറയുന്നില്ല. അരുണിനോട് സാന്ദ്ര എവിടെയെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ ഹേമ. സാന്ദ്ര മോള് വിളിച്ചപ്പോൾ റൂമിലേക്ക് പോയതാണെന്ന് പറയാണ്. അപ്പോൾ അരുണ്, സാന്ദ്രയ്ക്കും കൂടിയുള്ള കാപ്പി ഞാൻ എടുത്തിട്ടുണ്ട്, അവളെ അടുക്കളയിലേക്ക് കാണാതായപ്പോൾ എന്ന് പറയുമ്പോൾ നിധി എന്ത് ചെയ്യും, അമ്മ ഈ കാപ്പി ഞാൻ എടുത്തോട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്തിനാന്ന് ചോദിക്കുമ്പോൾ സുധീഷ് എണീറ്റിട്ടുണ്ട്, അവന് കൊടുക്കാനാണെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ആ കാപ്പി എടുത്തുകൊണ്ട് നമ്മളെ നിധി പോവട്ടെ. ഇത് കാണുമ്പോൾ അവർക്ക് ദേഷ്യം വരുന്നുണ്ട്. പക്ഷെ അവർക്കൊന്നുകൊണ്ട് തുറന്നടിച്ച് പറയാൻ വയ്യ, കാപ്പി കൊടുക്കരുതെന്ന് പറയാൻ പറ്റില്ലല്ലോ. നീ കുടിച്ചിട്ട് പോന്ന് പറയുന്നുണ്ട് അവളുടെ കാപ്പി. ഞാൻ വരാം അമ്മ അവന് കൊടുത്തിട്ടെന്ന് പറഞ്ഞിട്ട് നിധി വേഗം പോവാട്ടോ ചെയ്യുന്നത്. ഹേമയ്ക്കാണെങ്കിൽ ദേഷ്യം അരിച്ചു കയറുന്നുണ്ട്. എന്നിട്ട് അവൾ പോയപ്പം രാജീവിനോട് പറയുന്നുണ്ട് കേട്ടോ, ഏത് നേരവും അവൻ്റെ പിന്നാലെ തന്നെയാണല്ലോ, അവന് ചോറ് കൊടുക്കുന്നു, അവന് കാപ്പി കൊടുക്കുന്നു, എങ്ങനെ ഇവൾ ഇങ്ങനെ മാറിപ്പോയത്, വല്ല കൈവശം കൊടുത്തിട്ടായിരിക്കും ഇങ്ങനെ മാറിയതെന്നൊക്കെ പറയുന്നുണ്ട്. രാജീവനും ഭയങ്കരമായിട്ട് ദേഷ്യം, അരുണിനും അതുപോലെ തന്നെ ഉണ്ട് കേട്ടോ. എനിക്ക് അവനെ കാണുമ്പോഴേ ദേഷ്യം ഇങ്ങോട്ട് അരിച്ചു കയറുകയാണെന്നൊക്കെ നമ്മളെ ഹേമ പറയുന്നുണ്ട് കേട്ടോ. ഹേമയ്ക്ക് അത്രയ്ക്കും സുധീഷിനെ കാണുന്നത് പോലും ഇഷ്ടമല്ല. ഹേമയ്ക്കെന്നല്ല, സാന്ദ്രയ്ക്കും അതുപോലെ തന്നെ രാജീവനും അരുണിനൊക്കെ അതുപോലെ തന്നെ കേട്ടോ. പിന്നെ നിധിയുടെ മുന്നിൽ നിന്ന് അവർ നല്ല രീതിയിൽ ബിഹേവ് ചെയ്യുന്നെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇന്നലെ ആരതി ഒഴിയാൻ പറഞ്ഞത് നിങ്ങൾ പറഞ്ഞുകൊണ്ട് മാത്രമാണ്, അല്ലാതെ എനിക്ക് താല്പര്യം ഉണ്ടായിട്ട് ചെയ്തതൊന്നല്ല എന്നൊക്കെ ഹേമ പറയുന്നുണ്ട് കേട്ടോ. റൂമിലാണെങ്കിൽ നമ്മളെ സുധീഷ് ആ റൂമിൻ്റെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് ഒരു സെൽഫി എടുത്താലോ, നല്ല വെയിലടിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സെൽഫിയൊക്കെ ഫോണിൽ എടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിന് എന്ത് ക്യാപ്ഷൻ ഇടണം, സ്റ്റോറി ഇടുമെന്ന് ആലോചിച്ച് നിൽക്കുകയാണ്. അങ്ങനെ ഒരു ക്യാപ്ഷനൊക്കെ ഇട്ട് സ്റ്റോറി ഇട്ട് നിൽക്കുകയാണ് കേട്ടോ. എന്നിട്ട് മനസ്സിലിങ്ങനെ വിചാരിക്കുന്നുണ്ട്, ഇതുപോലൊരു റൂമിൽ കഴിയാൻ ഭാഗ്യം വേണമെന്നൊക്കെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അപ്പോഴേക്കും നമ്മളെ നിധി അങ്ങോട്ട് കാപ്പിയായിട്ട് വരുന്നുണ്ട്. അതൊക്കെ അവന് ഭയങ്കര സന്തോഷമായിട്ടോ, കാരണം നിധി ബെഡ് കോഫി കൊണ്ടുപോയി തരികയാണല്ലോ. അപ്പോൾ അതൊക്കെ ആലോചിച്ചിട്ട് ഭയങ്കര സന്തോഷമുണ്ട്. ഇന്നെന്താ ഇങ്ങനെയൊക്കെയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ എന്തോ ഒരു കള്ളത്തരം ഉണ്ടല്ലോ, എന്ത് ചിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് നിധി നിൽക്കുമ്പോൾ ഫോണിൽ എന്തോ സംഭവം ഉണ്ടെന്ന് നിധിക്ക് മനസ്സിലാവും. അതിങ്ങ് കാണിച്ച് ഞാൻ നോക്കട്ടെ എന്താണെന്ന് ചോദിക്കുമ്പോൾ അതൊന്നുമില്ല, ഞാനൊരു ഫോട്ടോ എടുത്താണെന്ന് പറയും. നോക്കട്ടെ ഞാൻ കാണട്ടെ എന്നൊക്കെ നിധി ഇങ്ങനെ പറയാം കേട്ടോ. അങ്ങനെ നിധി നോക്കുമ്പോൾ അതിൽ അവൻ്റെ ഫോട്ടോ ഉണ്ടാവും. അതിൻ്റെ അടിയിൽ എന്താണ് ഹാപ്പി മൊമെൻറ്റ്സ് വൈഫ് ഹൗസ് എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ഇട്ടിട്ടുണ്ടാവുക. അത് കാണുമ്പോൾ നിധിക്ക് എന്തോ പോലെയാവും കേട്ടോ. അപ്പോൾ അല്ലെങ്കിൽ നാട്ടുകാരോട് എല്ലാവരോടും പറയുന്നുണ്ട്, ഇനിയിപ്പോൾ ഇവിടെ ഇങ്ങനെ എഴുതിയിടേണ്ട ആവശ്യമില്ല ഭാര്യയാണെന്നുള്ള കാര്യം, അത് ഡിലീറ്റ് ചെയ്തേക്കെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ഭാര്യയല്ലേന്ന് സുധീഷ് ചോദിക്കുകയാണേ. അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ പെരുമാറുന്നതുകൊണ്ടാണോ ഇങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ കാരണം വേറെയാണ്, അത് ഞാൻ പിന്നീട് പറയാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ കാപ്പിയൊക്കെ കൊടുക്കുന്നുണ്ട്. ഇതെന്താ ഇങ്ങനെയൊക്കെ പതിവില്ലാതെ, ഞാൻ കാപ്പി അങ്ങോട്ട് വരുമ്പം തരുമെന്നാണ് വിചാരിച്ചത്, ഇങ്ങനെ റൂമിലേക്ക് വന്നിട്ട് ബെഡ് കോഫി ആയിട്ട് തരുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്നൊക്കെ സുധീഷ് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പല്ല് തേച്ചില്ലേന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ ചെയ്തു വന്നിരുന്നതേ ഉള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. ഞാനിപ്പോൾ പഴയ പോലെ ഒന്നല്ല, നന്നായിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഞാൻ പുറത്തുണ്ട്, സുധീഷ് അങ്ങോട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് നിധി അവിടെ നിന്ന് പോവുകട്ടോ ചെയ്യുന്നത്. സുധീഷാണെങ്കിൽ കാപ്പിയൊക്കെ ആസ്വദിച്ച് കുടിക്കുന്നുണ്ട്. നമ്മളെ നിധിയുടെ പെരുമാറ്റത്തിൽ ഇപ്പം നല്ല മാറ്റം വന്നിട്ടുണ്ട്. ഇവിടെ വന്നതിന് ശേഷം ബെഡ് കോഫി കൊണ്ടുപോയി തരുന്നു, ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്നു, ഒരു കാര്യം പറയാനുണ്ട് അത് പിന്നീട് പറയാമെന്നൊക്കെ പറയുന്നു. അതിൻ്റെ അർത്ഥം എന്താ സുധീഷേ, നിധിക്ക് നിന്നോട് പ്രേമം തോന്നി തുടങ്ങിയിട്ടുണ്ട് എന്നൊക്കെ സ്വയമായിട്ട് മനസ്സിൽ പറഞ്ഞ് സമാധാനിക്കാട്ടോ നമ്മളെ സുധീഷ് ചെയ്യുന്നത്.
കാപ്പിയൊക്കെ കൊണ്ട് കൊടുത്ത് നിധി താഴേക്ക് ചെന്നപ്പോൾ അവിടുന്ന് അവർ കുറച്ച് ദേഷ്യത്തിലേക്കാണ് പെരുമാറുന്നത്. അത് നിധിക്ക് മനസ്സിലായിട്ടുണ്ട്. അമ്മ ഇങ്ങനെ സുധീഷിന് കാപ്പി കൊടുത്തതിന് ചെറിയൊരു ദേഷ്യമൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഡയറക്റ്റായിട്ട് വലുതായിട്ട് പറയാൻ വയ്യ. അപ്പോൾ അമ്മയോട് നമ്മളെ നിധി പറയുന്നത്, എന്നോട് അവർ അവരുടെ വീട്ടിൽ നിന്ന് നല്ല രീതിയിലാണ് ബിഹേവ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് അവരിവിടെ വരുമ്പോൾ കാപ്പി ഇട്ട് കൊടുക്കണ്ടേ, കൊണ്ടുപോയി കൊടുക്കണ്ടേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നീ കൊണ്ടുപോയി കൊടുക്കേണ്ട ആവശ്യമുണ്ടോ, നിനക്ക് ഞാനല്ലേ തന്നത്, അതുപോലെ അവൻ വരുമ്പോൾ എനിക്ക് കൊടുക്കാൻ അറിയില്ലേന്ന്. അപ്പോൾ അച്ഛൻ അമ്മയല്ലേ കൊടുക്കുന്നത്, അതുപോലെ തന്നെയാണെന്ന് പറയുന്നുണ്ട്. ഓ, അപ്പം നിനക്ക് സുധീഷും അച്ഛനും ഒരുപോലെയാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും അവർ ഭയങ്കരമായിട്ട് നമ്മളെ സുധീഷിനെ താത്തി കെട്ടിയിട്ടാണ് സംസാരിക്കുന്നത്. നിധി സ്വന്തം ഭർത്താവ് എന്നുള്ള നിലയിൽ തന്നെയാട്ടോ അവരോട് സംസാരിക്കുന്നത്. ആ വീട്ടിൽ അവൾക്ക് അങ്ങനെ നല്ല ട്രീറ്റ് ചെയ്യുന്നുണ്ട്, അപ്പോൾ തിരിച്ചും അത് അവളുടെ വീട്ടിൽ വരുമ്പോൾ കൊടുക്കണം എന്നുള്ള ലെവലിലാണ് അവൾ ചിന്തിക്കുന്നത് കേട്ടോ. രാജീവനാണെങ്കിൽ പറയുന്നുണ്ട്, മോളെ എനിക്കൊരു ആശ്ചര്യം തോന്നുന്നു നിന്റെ കാര്യത്തിൽ. നീ എങ്ങനെ ആ വീട്ടിൽ കഴിയുന്നു, ആ തല്ലിപ്പൊളി വീട്ടിൽ നീ എങ്ങനെ കഴിയുന്നു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഞാൻ കണ്ടതല്ല അവിടുത്തെ അവസ്ഥ എന്നൊക്കെ പറയുമ്പോൾ നമ്മളെ നിധി പറയുന്നത്, അച്ഛാ വീടെന്ന് പറയുമ്പോൾ അത് വെറും ഒരു കെട്ടിടം അല്ലല്ലോ, അവിടുത്തെ ആളുകളുടെ മനസ്സ് നന്നാവുമ്പോഴല്ലേ ആ വീടിന് കൂടുതൽ സൗന്ദര്യം ഉണ്ടാവുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അമ്മയാണെങ്കിൽ പറയുന്നുണ്ട്, നല്ലൊരു കുളിമുറി പോലും അവിടെ ഇല്ലയെന്നാണ് കേൾക്കുന്നത്, AC ഇല്ലാതെ നീ പണ്ട് കിടന്നുറങ്ങില്ലായിരുന്നു, അങ്ങനത്തെ നീ ഇപ്പം എങ്ങനെ ആ വീട്ടിൽ കഴിയുന്നു, എനിക്ക് എന്തോ പോലെ തോന്നുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മളെ നിധിയാണെങ്കിൽ പറയുന്നത്, വീടിൻ്റെ വലുപ്പത്തിലല്ല കാര്യം, അവിടുത്തെ മനുഷ്യ മനസ്സുകളിൽ സ്നേഹം ഉണ്ടാകുമ്പോൾ ആ വീടിന് താനേ ഭംഗിയുണ്ടാവുമെന്ന് എനിക്ക് അവിടെ ചെന്നപ്പോഴാണ് അമ്മയെ മനസ്സിലായതെന്നൊക്കെ പറഞ്ഞിട്ട് ആ വീടിനെ ഭയങ്കരമായിട്ട് പൊക്കി പറയുന്നുണ്ട് കേട്ടോ നമ്മളെ നിധി. അവൾക്ക് അവിടെ ഓക്കെയാണ്, കുഴപ്പമില്ല എന്നുള്ള രീതിയിലൊക്കെയാണ് അവൾ സംസാരിക്കുന്നത്. ആദ്യം എനിക്കും ആ വീട്ടിൽ വന്നപ്പോൾ ഭയങ്കര ശ്വാസം മുട്ടലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. കൂടെ കൂടെ അവിടെയുള്ള ആളുകളുടെ സ്വഭാവമൊക്കെ മനസ്സിലായി. അവിടെ എല്ലാവരും നല്ല രീതിയിലാണ് എന്നോട് പെരുമാറുന്നത്, നല്ല സ്നേഹമുള്ള ആൾക്കാരാണെന്നൊക്കെ ബോധ്യപ്പെട്ടപ്പോൾ ആ വീടിൻ്റെ സൗന്ദര്യമുള്ളതായിട്ട് എനിക്ക് തോന്നി. അങ്ങനെയാണ് വീടിൻ്റെ ഭംഗി അളക്കേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ നമ്മളെ അരുണ് പറയുന്നു, ഓ നീ ഫിലോസഫി തുടങ്ങിയോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. ഇത് ഫിലോസഫി ഒന്നുമല്ല, ഇത് ഉള്ള കാര്യം പറഞ്ഞാന്നൊക്കെയാണ് നമ്മളെ നിധി പറയുന്നത് കേട്ടോ. എന്തായാലും അവർക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല നമ്മളെ സുധീഷിൻ്റെ പിന്നാലെ ഇങ്ങനെ നിധി നടക്കുന്നതും ഭയങ്കരമായിട്ട് കാട്ടിക്കൂട്ടുന്നതൊന്നും അവർക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷേ എങ്ങനെയെങ്കിലും സുധീഷിൽ നിന്ന് അകറ്റാൻ വേണ്ടി അവർ നോക്കുന്നുണ്ട്. പക്ഷേ നിധി ഇവിടെ ചെന്നതിന് ശേഷം സുധീഷിലേക്കും കുറച്ചും കൂടി അടുത്ത് പോയിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട് കേട്ടോ. കാരണം അവളുടെ വീട്ടിൽ വന്നതല്ലേ, അപ്പോൾ കൂടുതൽ കെയറിങ് ഒക്കെ സുധീഷിന് ആവശ്യമാണെന്ന് അവൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കിളിക്കൂട്ടിൽ നിന്ന് അവൾ പെരുമാറുന്ന രീതിയിലൊന്നല്ല അവളുടെ വീട്ടിൽ ചെന്നപ്പോൾ സുധീഷിനോട് അവൾ പെരുമാറുന്നത് കേട്ടോ. അങ്ങനെ അവരെല്ലാവരും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ സുധീഷ് താഴേക്ക് ഇറങ്ങി വരുമ്പോൾ ഇവരുടെ സംസാരം കാണുന്നത് കേട്ടോ. അപ്പോൾ അവൻ തിരിച്ച് മുകളിലേക്ക് തന്നെ കയറിപ്പോയിട്ട് റൂമിൽ നിന്ന് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്, ഇപ്പം ഞാൻ നിധിയെ വിളിച്ചു കഴിഞ്ഞാൽ അവൾ എൻ്റെ അടുത്തേക്ക് വരുമോ, അഥവാ വന്നിട്ടില്ലെങ്കിൽ ഞാൻ ചമ്മിപ്പോവില്ലേ, പക്ഷെ ഞാൻ വിളിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ അവൾ എന്നെ പരിഗണിക്കുന്നു എന്ന് എല്ലാവർക്കും മനസ്സിലാവില്ലേ, അപ്പോൾ അത് അവർക്ക് ഇട്ടൊരു പണി കൊടുക്കല്ലേ അവളുടെ വീട്ടുകാർക്ക്, ഒന്ന് നോക്കിയാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് നിധിന്ന് റൂമിൽ നിന്ന് ഉറക്കെ വിളിക്കുന്നുണ്ട് കേട്ടോ. നിധിയാണെങ്കിൽ ഇത് കേട്ട പാടെ ഓടിപ്പോകുന്നുണ്ട്. ഇത് കാണുമ്പോൾ ഹേമയ്ക്കൊക്കെ ദേഷ്യം ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട്. എന്ത് ഓട്ടാണ് അവൾ ഓടുന്നത് എന്നൊക്കെ അച്ഛനോട് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ, രാജീവനോട്. അങ്ങനെ എന്താ എന്നെ വിളിച്ചു ചോദിക്കും, ഓ ഞാൻ വിളിച്ചോ, പിന്നെ വിളിച്ചോണ്ടല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നത്, എന്തേ വിളിച്ചതെന്ന് ചോദിക്കുമ്പോൾ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല കേട്ടോ, നമ്മളെ സുധീഷ് വിളിച്ചത്. പിന്നെ വന്ന സ്ഥിതിക്ക് അവൻ പറയുന്നു, എനിക്ക് കുളിക്കണം, അപ്പം അതിന് ചൂടുവെള്ളം, ഓ താനെന്നും ചൂടുവെള്ളത്തിലാണ് കുളിക്കുന്നത്, അല്ല AC കിടന്നപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്, കുറച്ച് ചൂട് വേണമായിരുന്നു, അപ്പം കുളിമുറിയിൽ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ള സൗകര്യമൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മളെ നിധി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നെ ടവൽ വല്ലതും വേണമെന്നൊക്കെ ചോദിക്കുക കേട്ടോ നിധി. അങ്ങനെ സുധീഷിന് കുളിക്കാനുള്ള ടവലൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നിധി. പിന്നെ കാണിക്കുന്നത് സുഭാഷ് ചേട്ടൻ്റെ പണി സൈറ്റ് ആട്ടോ. സുഭാഷ് ചേട്ടൻ പണിക്കാരോട് പെട്ടെന്ന് പണിയൊക്കെ തീർക്കണം, ഹൗസ് വാമിങ്ങിൻ്റെ ഡേറ്റ് ഒക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ട്, പെട്ടെന്ന് തീർക്കണം എന്നൊക്കെ പറഞ്ഞ് പണിക്കാരോട് ഭയങ്കരമായിട്ട് ഡയലോഗ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് സുഭാഷ് ചേട്ടൻ്റെ കൂടെ പണിയെടുക്കുന്ന ആ ഒരു ബൈ അങ്ങോട്ട് വരുന്നത്. അപ്പോൾ അവരുമായിട്ട് സംസാരിക്കും. അവരെന്തോ ലഡു എന്തോ മധുരപലഹാരം സുഭാഷ് ചേട്ടന് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് എവിടുന്നാന്ന് ചോദിക്കുന്നുണ്ട്. എൻ്റെ സിസ്റ്റർ വന്നിട്ടുണ്ട്, അപ്പോൾ അവർ കൊണ്ടുവന്നതാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ സിസ്റ്ററെ കാണിക്കുന്നുണ്ട് കേട്ടോ, ചാന്ദിനി എന്നാണ് പേര്. അപ്പോൾ ഇതാണ് നമ്മളെ കഥയിലെ നായിക. ഇനി സുഭാഷ് ചേട്ടൻ്റെ നായികയായിട്ട് വരാൻ പോകുന്നത് ഈ ചാന്ദിനിയാണ് കേട്ടോ. അപ്പോൾ ഈ ചാന്ദിനി ഒരു ഹിന്ദി പെൺകുട്ടിയാണ്. അപ്പോൾ അവളെ സുഭാഷ് ചേട്ടൻ ആദ്യമായിട്ട് കാണുന്നുണ്ട് കേട്ടോ, ഈ ഒരു സമയത്ത് ഈ ഒരു പണി സൈറ്റിൽ നിന്ന് കാണുന്നുണ്ട്. അപ്പോൾ നമ്മളെ ഈ ബയ്യെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അങ്ങനെ സുഭാഷ് ചേട്ടൻ സംസാരിക്കാൻ ശ്രമിക്കുമ്പോഴാണ് ആ ബയ്യ പറയുന്നത് അവൾക്ക് ഹിന്ദി ബംഗാളി മാത്രമേ അറിയുള്ളൂ, മലയാളമൊന്നും അറിയില്ല. അപ്പോൾ സുഭാഷ് ചേട്ടൻ കുറച്ചൊക്കെ ഹിന്ദിയൊക്കെ പറഞ്ഞ് ഒപ്പിക്കുന്നുണ്ട്, അങ്ങനെ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ആ വീട്ടിൽ സൗകര്യമുണ്ടോ, ബയ്യൻ്റെ വീട്ടിൽ കൊച്ചു വീടല്ലേ, അപ്പോൾ ഓക്കെ ആണെന്നൊക്കെ കേട്ടോ പെൺകുട്ടി പറയുന്നത്. അപ്പോൾ അവിടെ ആരെങ്കിലുമൊക്കെ വന്ന് കതവിന് മുട്ടുകയാണെങ്കിൽ മുകളിൽ ഡോറ് തുറക്കരുതെന്നൊക്കെ ഹിന്ദിയിൽ സുഭാഷ് ചേട്ടൻ അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അവൾക്ക് അറിയാത്ത നാടല്ലേ.
അപ്പോൾ അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ പോവാൻ നേരത്ത് ആ പെൺകുട്ടി തിരിഞ്ഞു നോക്കുന്നുണ്ട് കേട്ടോ. സുഭാഷ് ഏട്ടനും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. സുഭാഷ് ഏട്ടൻ്റെ മുഖത്തും ഇതുവരെ കാണാത്ത ഒരു ചിരിയും സന്തോഷമൊക്കെ കാണുന്നുണ്ട് ആ പെൺകുട്ടിയെ നോക്കുമ്പോൾ. എന്തോ എവിടേക്കോ ഒരു ഇഷ്ടമൊക്കെ സുഭാഷ് ഏട്ടന് തോന്നി തുടങ്ങിയെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും സുഭാഷ് ഏട്ടൻ്റെ നായികയാവാൻ പോകുന്നത് ആ പെൺകുട്ടിയാട്ടോ. പിന്നെ വീണ്ടും കാണിക്കുന്നത് നമ്മളെ നിധിയുടെ വീടാട്ടോ, രാജീവിൻ്റെ വീട്. നിധിയാണെങ്കിൽ സാന്ദ്രയുടെ അടുത്ത് പോയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ സാന്ദ്ര ചോദിക്കുന്നുണ്ട്, നിധി നിനക്ക് ബോറടിച്ചോ എന്ന് ചോദിക്കുമ്പോൾ, ഏയ് പിന്നെ ബോറടിക്കാതെ, അവിടെയാണെങ്കിൽ നികേഷ് കോളേജ് വിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഭയങ്കര ജോളിയാണ്, ഞങ്ങൾ ഭയങ്കര സംസാരമാണ്, ഞങ്ങൾ പിന്നെ പുറത്തേക്കൊക്കെ പോകും സാധനങ്ങൾ മേടിക്കാം, അപ്പോൾ എനിക്കങ്ങനെ ബോറിങ് അറിയാറില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സാന്ദ്ര പറയാണ്, അങ്ങനെയാണെങ്കിൽ നിനക്ക് ഇവിടെ TV കണ്ടിരുന്നൂടെ എന്ന് ചോദിക്കുമ്പോൾ അതിലൊക്കെ എന്തിരിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നീ എന്നോട് സംസാരിക്കുമെന്ന് പറയാട്ടോ നമ്മൾ സാന്ദ്ര. അതിന് ഏട്ടത്തിക്ക് എവിടെ നേരം, ഏട്ടൻ്റെ കാര്യം നിങ്ങൾ നോക്കണം, അമ്മയെ സഹായിക്കണം, മോളെ കാര്യങ്ങൾ നോക്കണം, പിന്നെ ഇവിടെ അതിനൊക്കെ സമയം എന്ന് പറയുമ്പോൾ, എന്നാൽ ഞാൻ ഇന്ന് അതൊക്കെ മാറ്റി വെച്ചിട്ട് നമുക്ക് രണ്ടുപേർക്കും കൂടി എങ്ങോട്ടെങ്കിലുമൊക്കെ പോകാമെന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാവും കേട്ടോ. ശരിക്കും എന്നൊക്കെ ചോദിക്കുകയാണ്. സാന്ദ്രയാണെങ്കിൽ മോൾക്ക് ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. മോള് സ്കൂളിലേക്ക് പോകാനുള്ള ഒരു തിരക്കിലാണ്. അപ്പോൾ മോൾ ആര് സ്കൂളിൽ കൊണ്ടുവിടുമെന്ന് ചോദിക്കും. അത് അമ്മ കൊണ്ടുവിട്ടോളൂ എന്നൊക്കെ കേട്ടോ സാന്ദ്ര പറയുന്നത്. അങ്ങനെ അവർ രണ്ടുപേരും കൂടി പോകാമെന്നൊക്കെ തീരുമാനിക്കും. നിധിയാണെങ്കിൽ പറയുന്നത് നമുക്ക് അമ്പലത്തിലേക്ക് പോകാമെന്നാട്ടോ പറയുന്നത്. സാന്ദ്രയാണെങ്കിൽ വേറെ എവിടെയെങ്കിലും ദൂരെ ഷോപ്പിങ്ങിന് പോവാം അങ്ങനെയൊക്കെയാണ് ആഗ്രഹിച്ചത്. അപ്പം നിധി പറയുന്നുണ്ട്, ഏയ് അതൊന്നും വേണ്ട, അവിടുന്ന് എന്നും അമ്പലത്തിലൊക്കെ പോയി ശീലമായി, അതുകൊണ്ട് അമ്പലത്തിൽ പോയാൽ മതി എന്നൊക്കെ കേട്ടോ പറയുന്നത്. അങ്ങനെ നമ്മളെ സുധീഷിൻ്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരും. അവൻ കുളിച്ചൊക്കെ വന്നിട്ടുണ്ട്. അപ്പം നിധിയുടെ മെസ്സേജ് ആട്ടോ. വലിയൊരു സംഭവത്തിൽ എടുത്ത് നോക്കുമ്പോൾ ഞാനും ഏട്ടത്തിയും കൂടി അമ്പലത്തിലേക്ക് പോകുക എന്നുള്ളൊരു ടെക്സ്റ്റ് മെസ്സേജ് ആയിരിക്കും വന്നിട്ടുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ സുധീഷിന് ഭയങ്കര ടെൻഷനാവും. കാരണം എന്നെ ഇവിടെ രാജീവിൻ്റെയും അതുപോലെ തന്നെ അരുണിൻ്റെയും മുന്നിലൊക്കെ ഇട്ട് കൊടുത്തിട്ടാണല്ലോ പോകുന്നത്. അപ്പോൾ എന്ത് ചെയ്യും, അതുവരെ പുറത്തേക്ക് എങ്ങാനും പോകണോ എന്നൊക്കെയുള്ള ടെൻഷൻ നമ്മുടെ സുധീഷിനുണ്ട് കേട്ടോ. കാരണം നിധി ഉണ്ടാകുമ്പോൾ അത്ര വലിയ സീനൊന്നും അവിടെ ഇല്ല. പക്ഷെ നിധി ഇല്ലാതെ നിൽക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് അവന്. അപ്പോൾ അതാലോചിച്ചിട്ടൊരു ടെൻഷൻ ഉണ്ട്. അങ്ങനെ നമ്മുടെ സുധീഷ് റെഡിയൊക്കെ ആയിട്ട് ഹാളിലേക്ക് വരുമ്പോൾ ഇവർ ഭയങ്കര ചർച്ചയിലാവും കേട്ടോ. അവൻ വരുന്നതിന് മുമ്പ് ഇവർ ചർച്ച, നമ്മളെ മോളെ സ്കൂളിൽ കൊണ്ടുവിടാൻ ആളില്ല, അരുണിനാണെങ്കിൽ ഭയങ്കരമായിട്ട് ബിസിനസ്സിൻ്റെ തിരക്ക്, അപ്പോൾ ലാപ്ടോപ്പിലൊക്കെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ അവന് പോകാൻ പറ്റില്ല എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ രാജീവൻ പറയുന്നുണ്ട് സാന്ദ്ര എവിടെയെന്ന്. അപ്പോൾ അവർ രണ്ടുപേരും കൂടി അമ്പലത്തിൽ പോയതാന്നൊക്കെ പറയുന്നുണ്ട്. മുറ്റത്ത് കാറ് കിടപ്പുണ്ടല്ലോ എന്ന്. അവർ നടന്നാണ് പോയത്. ഞാൻ ഒരുപാട് പറഞ്ഞു കാറിൽ പോകാം, അവൾക്ക് അവിടുന്ന് നടന്നു പോയല്ലേ ശീലമുള്ളൂ, അപ്പോൾ ഇവിടെ നിന്ന് നടന്നു തന്നെയാണ് പോകണമെന്നൊക്കെ കേട്ടോ പറയുന്നത്. അപ്പോൾ നിധി എന്തോ കാറിൽ പോകാത്ത ഇവർക്ക് ഭയങ്കര ഒരു സംഭവമാണ്, നടന്നു പോകുന്നത് ചെറിയൊരു കാര്യമാണ്, കാറിൽ പോയാൽ വലിയ സംഭവമാവും എന്നൊക്കെ ഉള്ള ഒരു മെൻറ്റാലിറ്റിയിലാണ് ഇവർ സംസാരിക്കുന്നത്. അപ്പോഴാണ് സുധീഷ് അങ്ങോട്ട് വരുന്നത്. അപ്പോൾ മോളെ സ്കൂൾ കൊണ്ടുവിടാൻ ആളില്ല, ഡ്രൈവർ ഇല്ലാത്തൊരു പ്രശ്നത്തിലാണ് കേട്ടോ അവിടെ സംസാരിക്കുന്നത്. അപ്പോൾ വീട്ടിലുണ്ടായിരുന്ന ഡ്രൈവറെ അരുണ് വേറെ എങ്ങോട്ടോ പറഞ്ഞയച്ച് ഒരു ചെറിയൊരു അർജൻറ്റ് ഉണ്ടായപ്പോൾ അതൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോഴാണ് നമ്മളെ സുധീഷ് അങ്ങോട്ട് വരുന്നത്. അപ്പോൾ സുധീഷ് ഇങ്ങനെ പോകുന്ന വഴിക്ക് ഹാളിൽ നിന്ന് രാജീവൻ ഡ്രൈവറെ എന്ന് വിളിക്കുമ്പോൾ സുധീഷിന് മനസ്സിലാവും കേട്ടോ സുധീഷിനെയാണ് വിളിക്കുന്നത്. ആദ്യം തിരിഞ്ഞു നോക്കിയില്ലെങ്കിലും സുധീഷ് പിന്നെ തിരിഞ്ഞു നോക്കും. അപ്പോൾ രാജീവൻ പറയും, ഞാൻ നിന്നെ വിളിച്ചത് ഡ്രൈവർ എന്നാണ്, അപ്പോഴേക്കും നീ എൻ്റെ മുന്നിലേക്ക് വന്നത്, അപ്പോൾ നിൻ്റെ വില അത്രയേ ഉള്ളൂ, നിനക്ക് തന്നെ അറിയാം നീ ഡ്രൈവറാണെന്ന്, അപ്പോൾ അതൊരിക്കലും മാറാൻ പോകുന്നില്ല, നിനക്ക് അത്രേ വിലയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് സുധീഷിനെ നിന്നങ്ങ് അപമാനിക്കുക കേട്ടോ നമ്മളെ രാജീവൻ ചെയ്യുന്നത്. ഇതൊക്കെ കേട്ടിട്ട് നമ്മളെ ഹേമയും അരുണൊക്കെ മനസ്സിലിങ്ങനെ ചിരിക്കുന്നുണ്ട്, പുറത്തും ചെറുതായിട്ടൊക്കെ ചിരിച്ച് കാണിക്കുന്നുണ്ട്, ഒരു കളിയാക്കി ചിരി. പാവം നമ്മളെ സുധീഷ് ഒന്നും പറയാതെ ഇങ്ങനെ നിൽക്കുക കേട്ടോ. മോളെ സ്കൂളിൽ കൊണ്ടുവിടണം, മേഡം ഉണ്ടാവും കൂടെ, മേഡത്തിനെയും മോളെയും കൂടി സ്കൂളിൽ ഭദ്രമായിട്ട് കൊണ്ടുപോയി വിട്ടിട്ട് തിരിച്ചു വരണം എന്നൊക്കെ പറയാം കേട്ടോ നമ്മളെ രാജീവന്. കാര്യമായിട്ട് ഇത് കേൾക്കുമ്പോൾ നമ്മളെ സുധീഷിന് ഒരുമാതിരി ദേഷ്യം വരുന്നുണ്ട്. പക്ഷെ സുധീഷ് അപ്പം പ്രത്യേകിച്ചൊന്നും പ്രതികരിക്കുന്നില്ല കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ വേണ്ടി പോകുന്നത്. ഈ വീട്ടിൽ ഇവരിങ്ങനെ സുധീഷിനോട് ഇങ്ങനെ അപമര്യാദയായിട്ട് പെരുമാറുന്ന കാര്യം നമ്മളെ നിധി അറിയുമോ, അറിഞ്ഞാൽ അവിടെ ഒരു പൊട്ടിത്തെറി ഉണ്ടാവുമോ എന്നൊക്കെ നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം. അതുപോലെ തന്നെ സുഭാഷ് ഏട്ടൻ്റെ പുതിയ ലവ് സ്റ്റോറിയും എല്ലാം നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇതുപോലുള്ള റിവ്യൂസിനായിട്ട് എൻ്റെ ഈ ചാനൽ ഒന്ന് ഫോളോ ചെയ്യും. ബൈ.